സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിലൊന്നാണ് ആശ്വാസകിരണം പദ്ധതി. ഗുരുതരമായിട്ടുള്ള രോഗങ്ങളൊക്കെ തന്നെ ബാധിച്ചവർ അല്ലെങ്കിൽ കിടപ്പിലായിട്ടുള്ള രോഗികൾ ഇവരെയൊക്കെ തന്നെ പരിചരിക്കുന്നവർക്കായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. രോഗികളെ പരിചരിക്കുന്നത് വഴി പരിചാരകർക്ക് അവരുടെ തൊഴിൽ ദിനങ്ങളും വരുമാനവും നഷ്ടപ്പെടാറുണ്ട്. ഇതിനൊരു ചെറിയ ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സാമൂഹിക സുരക്ഷാ മിഷൻ ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ ഈ സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ ജൂൺ 30-നകം ലൈഫ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ തന്നെ ഈ ലൈഫ് സർട്ടിഫിക്കറ്റും ആവശ്യമായ രേഖകളുമൊക്കെ അറ്റാച്ച് ചെയ്ത് വേണം അപേക്ഷ നൽകാനായിട്ട്. കൃത്യസമയത്ത് പുതുക്കിയില്ലെങ്കിൽ ആനുകൂല്യം മുടങ്ങും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 2018 ഏപ്രിൽ 1-ന് ശേഷം അപേക്ഷ സമർപ്പിച്ചിട്ടും തുക ലഭിക്കാത്തവർ ഉണ്ടെങ്കിൽ കുടിശ്ശിക ലഭിക്കാനായിട്ട് വീണ്ടും പുതുക്കുവാനുള്ള അവസരവും ഉണ്ട്. ഇതിനായിട്ട് മുൻപ് അപേക്ഷയോടൊപ്പം നൽകിയ രേഖകൾ ഒരിക്കൽ കൂടി റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വേണം ഇത് ചെയ്യാനായിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കിസാൻ സമ്മാൻ നിധിയുടെ വാർഷിക മസ്റ്ററിംഗ് എന്ന പേരിൽ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ചില അറിയിപ്പുകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ KYC ചെയ്യാത്തവർക്ക് തുടർന്ന് സഹായം ലഭിക്കില്ല എന്നത് ശരിയായ കാര്യം തന്നെയാണ്. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, രാജ്യവ്യാപകമായിട്ട് ഇത്തരമൊരു KYC ക്യാമ്പ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലും അങ്ങനെയൊരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ വന്നിട്ടില്ല. എങ്കിലും മുൻകരുതലുകൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ KYC സ്റ്റാറ്റസ് പരിശോധിക്കുക. നിങ്ങളുടെ KYC സ്റ്റാറ്റസ് നോ എന്നായിരിക്കും കാണിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ പുതുക്കേണ്ടതായിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ സ്വന്തം ഫോൺ ഉപയോഗിച്ചോ KYC പൂർത്തിയാക്കേണ്ടതാണ്. ഫോൺ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ആപ്പായിട്ടുള്ള PM കിസാൻ, GOY അതുപോലെ തന്നെ ആധാർ ഫേസ് RD എന്ന ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് KYC പൂർത്തിയാക്കാവുന്നതാണ്. ഫോൺ വഴി ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ എറർ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസ് പരിശോധിക്കാനോ KYC പൂർത്തിയാക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ വഴി ബന്ധപ്പെടുക. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.